ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സഹോദരിമാർക്കുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ ഒരു ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന നിങ്ങളുടെ മറ്റുള്ള സഹോദരിമാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് നിർബന്ധമായും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് വളരെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു അറിവാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കധികം ലാഗിങ് ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാത്തവർ ഇപ്പം തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്തുമാകട്ടെ അത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ? എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്. റേഷൻ കാർഡിൽ പേരില്ലെങ്കിൽ പോലും ഇൻസ്റ്റാഗ്രാമിനകത്തുണ്ട്. ഓക്കെ, ഫേസ്ബുക്കൊക്കെ ഇപ്പോൾ തന്തവൈബായി. കുറച്ചു കാലം മുമ്പൊക്കെ ഫേസ്ബുക്കൊക്കെ ന്യൂജനായിരുന്നു. അന്നൊക്കെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്. ഫേസ്ബുക്കാണ് അന്ന് അച്ഛൻ. എന്നാൽ ഇപ്പോൾ ഫേസ്ബുക്കൊക്കെ തന്തവൈബായി, മുത്തശ്ശനായി. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഇളയ മകനായിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ തന്നെ വേണം. വൈകാതെ തന്നെ നമ്മുടെ യൂട്യൂബ് മുത്തച്ഛനും തന്തവൈബ് ആകും. പക്ഷെ മൂപ്പരാൾ എന്തോ തന്തവൈബ് ആകാനായിട്ട് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പും ഇപ്പോൾ തന്തവൈബാന്ന് പറയാൻ പറ്റില്ല. അതിൽ ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ആകെ നമ്മുടെ ഫേസ്ബുക്ക് മാത്രമാണ് ഇപ്പോൾ കുറച്ച് തന്തവൈബായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിവിടെ അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന സഹോദരിമാരോടാണ് എനിക്ക് ചിലത് പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ. സ്കിപ്പ് അടിക്കല്ല. എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ എന്താ പറയുക, കുറച്ച് ചുരുക്കി പറയാം. ഓക്കെ, വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടണം കേട്ടോ. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് സ്റ്റോറീസും അതുപോലെ തന്നെ റീൽസും പോസ്റ്റും എല്ലാം അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരില്ലേ? ഇല്ല എന്ന് പറയണ്ട, എല്ലാവരും ചെയ്യണ പണി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ കഴിവതും നിങ്ങളുടെ അക്കൗണ്ടൊക്കെ ഒന്ന് പ്രൈവറ്റ് ആക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ താല്പര്യമില്ലെങ്കിൽ, ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഐഡിയ ഒക്കെ ഒന്ന് പ്രൈവറ്റ് ആക്കിയിടുക. വല്ലപ്പോഴൊക്കെയല്ല നമ്മൾ റീൽസും പോസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ സ്റ്റോറീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ചെയ്യുന്നില്ലല്ലോ, ചിലരെപ്പോഴും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു സെലിബ്രിറ്റി ആകണ്ട എന്ന് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഇപ്പം തന്നെ നിങ്ങൾ അക്കൗണ്ട് ഒന്ന് പ്രൈവറ്റ് ആക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രം നിങ്ങൾ ആ ഒരു അക്കൗണ്ട് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പാസ്വേഡും മാറ്റുക, അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ മാറ്റുക. ഇതെന്തുകൊണ്ട് എങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെലിഗ്രാം അറിയോ? എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മൾ മൂവീസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് ടെലിഗ്രാം. എന്നാൽ മൂവീസ് മാത്രമല്ല, അതിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടെലിഗ്രാമിനകത്തെ നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്കറിയില്ല, നിങ്ങൾ അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പല പെൺകുട്ടികളുടെയും ഫോട്ടോസൊക്കെ ഇങ്ങനെ മോർഫ് ചെയ്തിട്ട് വിൽക്കുന്ന ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ചാനൽസും ഉണ്ട് ടെലിഗ്രാമിനകത്ത്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ഈ പെൺകുട്ടികളുടെ ഫോട്ടോസ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാഗ്രാമെന്നും പിന്നെ അതുപോലെ തന്നെ മറ്റു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അതിൽ നിന്ന് അവർ ഡൗൺലോഡ് ചെയ്യാൻ അവരുടെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നാളെ മേലാൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് നാളെ മേലാൽ അവർ മോർഫ് ചെയ്തില്ലാന്ന് ആര് പറഞ്ഞു? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് എന്താ പറയുക, സില്ലി മാറ്ററായിട്ട് തോന്നിയേക്കാം. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നാളെ നിങ്ങളുടെ ഫോട്ടോ ഇതേപോലെ മോർഫ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു മനസ്ഥിതി എന്തായിരിക്കും നിങ്ങളുടെ? ചിലരൊക്കെ ആണെങ്കിൽ തൂങ്ങിച്ചാവും, എൻ്റെ മാനം പോയേ വന്നിട്ട് തൂങ്ങിച്ചാവും. ഓക്കെ, അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ഇൻസ്റ്റാഗ്രാമിലാണല്ലോ. പെൺകുട്ടികൾ മാത്രമല്ല, നമ്മളെപ്പോലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇപ്പോൾ ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. ഇപ്പോൾ യൂട്യൂബൊക്കെ വിട്ടു, ഫേസ്ബുക്ക് വിട്ടു, വാട്സപ്പ് വിട്ടു, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാവരും തന്തവൈബായി തുടങ്ങിയിരിക്കുകയാണ്. യൂട്യൂബ് എന്തോ ഇപ്പോൾ തന്തവൈബാകാൻ സമ്മതിക്കുന്നില്ല, അതുപോലെ തന്നെ വാട്സപ്പ് സമ്മതിക്കുന്നില്ല. പക്ഷെ എല്ലാവരും ഇതിനെ തന്തവൈബാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം മാത്രമേ ഇപ്പോൾ ചെറുപ്പക്കാരനായിട്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിനകത്താണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. അവർ ഫോൺ മേടിച്ച് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്താണ്? ഇൻസ്റ്റാഗ്രാമാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ വാട്സപ്പും യൂട്യൂബൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സൊക്കെ ചിത്ത പറയില്ലേ, നീ എന്താണ് ഇൻസ്റ്റാഗ്രാം എടുക്കാത്തത്, നിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ചിട്ട് അവർ നമ്മളെ കൊണ്ട് ഇൻസ്റ്റാഗ്രാം പഠിപ്പിക്കും. അങ്ങനെയായി. ഓക്കെ, അപ്പോൾ കഴിവതും നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ പ്രൈവറ്റ് ആക്കുക. മനസ്സിലായോ? ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇത് കാരണം പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്.
16, 17 എൻ്റെ പ്രായമൊക്കെ എത്തിയിട്ടുള്ള ഒരുപാട് സഹോദരിമാരുടെ ജീവിതം പോയിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ഇനി എങ്ങനെ ജീവിക്കുക? കാരണം അവരുടെ ഫോട്ടോസൊക്കെയാണ് ഇങ്ങനെ മോർഫ് ചെയ്തിട്ട് ഇത് എന്ത് ചെയ്യുന്നറിയോ, അവരുടെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇങ്ങനെ ഷെയർ ചെയ്ത് വിടും പൈസയ്ക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് ഒരാൾ അയാളുടെ ഗ്രൂപ്പിലേക്കും ചാറ്റിലേക്കൊക്കെ ഷെയർ ചെയ്ത് വിട്ടിട്ട് പൈസ മേടിക്കുകയാണ്. 100, 150, 200, 300 അങ്ങനെ പൈസ ഇങ്ങനെ വില പേശിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോട്ടോ അവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോട്ടോ അല്ല, നിങ്ങളവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അവിടെ വിറ്റുകൊണ്ടിരിക്കുകയാണ് പൈസയ്ക്ക്. ഒരു പണിയും തോരമില്ലാത്തവന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം അതിലൊന്നും പോയി പെടാതിരിക്കുക. ഓക്കെ, ഇനി ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ എന്താ പറയുക, വലിയ ഇൻഫ്ലുവൻസർ ആവണമെന്ന് കരുതിയിട്ടാണ് നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങുന്നത്, അതുപോലെ തന്നെ റീൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഒന്ന് കരുതി കൂട്ടി വെച്ചേക്കുക. എന്നിട്ട് അതിനൊന്ന് എന്താ പറയുക, നിയമപരമായിട്ട് തന്നെ എതിർക്കാൻ നിങ്ങളൊന്ന് ട്രെയിൻ ആവുക. ഇതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നാളെ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും ഇതേപോലെ മോർഫ് ചെയ്തിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നിയമപരമായി പ്രതികരിക്കാനുള്ള ഒരു തൻ്റെടം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ല നാളെ ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോസ് വന്നു കഴിഞ്ഞാൽ നേരെ പോയി തൂങ്ങിച്ചാവല്ല വേണ്ടത്. നിയമപരമായിട്ട് ഇതിനെ എതിർക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് കഴിയാത്ത പെൺകുട്ടികൾ, ഇതിന് കഴിയാത്ത സഹോദരിമാർ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊഴികെ മറ്റാർക്കും നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇതേപോലെ നിങ്ങളുടെ ഫോട്ടോയും വന്നേക്കാം, വരാതിരിക്കട്ടെ, വന്നേക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ മൂപ്പന്മാർ നിങ്ങൾ എത്ര എന്താ പറയുക വേദന സഹിച്ചിട്ടായിരിക്കും നിങ്ങളെ, വേദന എന്ന് പറയുമ്പോൾ ശാരീരിക വേദന മാത്രമല്ല മാനസിക വേദനയുണ്ട്. ഓക്കെ, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അവർ നിങ്ങളെ ഇതുവരെ പോറ്റി വളർത്തിയത്, നിങ്ങളെ ഈ നിലയിലാക്കിയത്. ഓക്കെ, അപ്പോൾ അവരെ മുഖമെങ്കിലും ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിനകത്ത് ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അവരുടെ മുഖം നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആകാൻ തീരെ താല്പര്യമില്ലാത്ത ആൾക്കാർ നിങ്ങളുടെ ഐഡിയ എന്ത് ചെയ്യുക, ഒന്ന് ലോക്ക് ചെയ്യുക, ഒന്ന് എന്താ പറയുക പ്രൈവറ്റ് ആക്കുക. അത്രേ പറയാനുള്ളൂ. അങ്ങനെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ മുഖം ഓർത്താൽ മതി. നാളെ മേലാൽ ഞാൻ കാരണം അവർക്കൊരു നാണക്കേട് ഉണ്ടാവാൻ പാടില്ല. അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ തലകുണിച്ച് നടക്കേണ്ട ഒരു ഗതി ഞാനായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തു, നിങ്ങളുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു, പക്ഷേ അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രം മതി. നിങ്ങൾ അത്രയും നിങ്ങൾ വിശ്വസിക്കുന്ന ഫ്രണ്ട്സിന് മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. മറ്റാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോസും വരും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ വരാതിരിക്കട്ടെ. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ കുറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോനിലയാണ് തെറ്റിപ്പോകുന്നത്. ഓക്കെ, അവന്മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൈസയാണ്. നിങ്ങൾ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പൈസയാണ്. അവർക്ക് എന്താ പറയുക, അതേ സ്പോട്ട് ടൈമിൽ തന്നെ അവർക്ക് പൈസ വരും. നിങ്ങൾ ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിനന്മാർ നിങ്ങളുടെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുകയാണ്, ഓരോ ഗ്രൂപ്പിൻ്റെ അഡ്മിനന്മാർ. അപ്പോൾ ഇതിലൊന്നും പോയി ചെന്ന് പെടാതിരിക്കുക, അത്ര പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന സഹോദരിമാർക്ക് ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.